നമസ്കാരം. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ജീവനം കൊണ്ട് ഭാരതത്തിലേക്ക് പായേണ്ടി വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷങ്ങൾ തികയുകയാണ്. സ്വന്തം രാജ്യത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും താൻ പതിറ്റാണ്ടുകളായി നയിച്ച അവാമി ലീഗ് പാർട്ടിക്ക് പൂർണ്ണ നിരോധനം നേരിടേണ്ടി വരികയും ചെയ്ത സാഹചര്യത്തിൽ ഹസീനയുടെ രാഷ്ട്രീയ ജീവിതം ചരിത്രത്തിലെ ഏറ്റവും കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ 2ാം ലോക മഹായുദ്ധകാലത്ത് പരാജയങ്ങളിൽ തളരാതെ പോരാടിയ വിഖ്യാത അമേരിക്കൻ ജനറൽ ഡഗ്ലസ് മക് അർത്തറെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഈ നാടുകടത്തപ്പെട്ട നേതാവ് ഇപ്പോഴും സംസാരിക്കുന്നത്. ഈ വർഷം തന്നെ താൻ തൻ്റെ മാതൃരാജ്യത്തേക്ക് ശക്തമായി തിരിച്ചെത്തുമെന്നും അവാമി ലീഗ് എന്നത് കേവലം ഒരു രാഷ്ട്രീയ സംഘടന മാത്രമല്ല, മറിച്ച് ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ ആഴത്തിൽ വേരോട്ടമുള്ള ഒരു ജനകീയ ശക്തിയാണെന്നും അവർ പ്രഖ്യാപിക്കുന്നു. ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടങ്ങളുടെ കീഴിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് നേരെ തന്നെയുള്ള കടന്നാക്രമണമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഹസീന അടിച്ചമർത്തലുകളിൽ നിന്നും തങ്ങളുടെ പാർട്ടി കൂടുതൽ കരുത്തോടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. അവാമി ലീഗിൻ്റെ 77ാമത് സ്ഥാപക ദിനം രാജ്യവ്യാപകമായ നിരോധനത്തെയും കടുത്ത സുരക്ഷാ കോട്ടകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് കൗൺസിലർമാരും പ്രവർത്തകരും ആവേശത്തോടെയാണ് ആഘോഷിച്ചത്. തൻ്റെ തിരിച്ചുവരവ് കേവലം വ്യക്തിപരമായ അധികാരമോഹങ്ങൾക്ക് വേണ്ടിയല്ല എന്നും മറിച്ച് ബംഗ്ലാദേശിലെ ജനങ്ങളുടെ രാഷ്ട്രീയ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും ജനാധിപത്യം തിരിച്ചുപിടിക്കുന്നതിനും വേണ്ടിയാണെന്നും ഹസീന വ്യക്തമാക്കുന്നു. തനിക്കെതിരെ ബംഗ്ലാദേശിലെ കോടതികൾ പ്രഖ്യാപിച്ച വധശിക്ഷ നിയമപരമല്ലെന്നും അത് രാഷ്ട്രീയ പ്രതികാര ബുദ്ധിയോടെ അവാമി ലീഗിനെ നേതൃരഹിതമാക്കാൻ വേണ്ടി നിലവിലെ ഭരണകൂടം കെട്ടിച്ചമച്ചതാണെന്നും അവർ ആരോപിക്കുന്നു. മുമ്പും ഇത്തരം അടിച്ചമർത്തൽ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നും അതെല്ലാം ജനപിന്തുണയോടെ പരാജയപ്പെടുത്തിയതുപോലെ ഇത്തവണയും പാർട്ടി അതിജീവിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. 1975 മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഉൾപ്പെടെ കുടുംബത്തെയാകെ നഷ്ടപ്പെട്ട തനിക്ക് മരണത്തെ ഭയമില്ലെന്നും ജനവിധിയിലൂടെ 5 തവണ പ്രധാനമന്ത്രിയായി രാജ്യം ഭരിച്ച തനിക്ക് ബംഗ്ലാദേശിലെ ജനങ്ങളുമായി വേർപ്പെടുത്താനാവാത്ത ആത്മബന്ധവുമാണ് ഉള്ളതെന്നും അവർ അടിവരയിടുന്നു. മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള മുൻ ഇടക്കാല ഭരണകൂടവും ഇപ്പോൾ പ്രഹസന തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന BNP സർക്കാരും ബംഗ്ലാദേശിനെ ഒരു പരാജയപ്പെട്ട രാജ്യമാക്കി മാറ്റുകയാണെന്നും ഹസീനയുടെ പ്രധാന ആക്ഷേപമാണ്. ജനങ്ങൾക്ക് ഇന്ന് രാജ്യത്ത് സുരക്ഷിതത്വമില്ലെന്നും സാമ്പത്തിക രംഗം തകരുകയും തീവ്രവാദം വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുകയാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. അവാമി ലീഗ് ഭരണകാലത്ത് രാജ്യം കൈവരിച്ച 7.25% GDP വളർച്ചയും പത്മാപാലം, മെട്രോ റെയിൽ തുടങ്ങിയ വൻകിട വികസന പദ്ധതികളും ജനങ്ങൾ ഇന്ന് കൃത്യമായി താരതമ്യം ചെയ്യുന്നുണ്ട്. പാർട്ടി ഓഫീസുകൾ പൂട്ടിച്ചും നേതാക്കളെ കള്ളക്കേസുകളിൽ കുടുക്കിയും അവാമി ലീഗിനെ തളർത്താൻ നോക്കുന്ന ഭരണകൂടം യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ജനസ്വാധീനത്തെ ഭയപ്പെടുകയാണ്. കടുത്ത മർദ്ദനങ്ങൾക്കിടയിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവാമി ലീഗിന് അനുകൂലമായി സാധാരണ ജനങ്ങൾ സ്വമേധയാ നടത്തുന്ന പ്രകടനങ്ങൾ പാർട്ടി ജനഹൃദയങ്ങളിൽ ഇപ്പോഴും സജീവമാണ് എന്നതിൻ്റെ തെളിവാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂല്യങ്ങളെ തകർത്ത് ബംഗ്ലാദേശിനെ പഴയ പാകിസ്ഥാൻ മോഡലിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോഴത്തെ ഭരണാധികാരികൾ ശ്രമിക്കുന്നത്. സ്വതന്ത്ര സമര സേനാനികളെ അപമാനിക്കുകയും സാംസ്കാരിക കേന്ദ്രങ്ങളും സൂഫി തീർത്ഥാടന കേന്ദ്രങ്ങളും തകർക്കുകയും ചെയ്യുന്നതിലൂടെ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവമാണ് നഷ്ടപ്പെടുന്നത്. പ്രത്യേകിച്ച് ഹിന്ദു, ബുദ്ധ, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളും ക്ഷേത്രങ്ങൾ തകർക്കുന്ന സംഭവങ്ങളും ബംഗ്ലാദേശിന് വലിയൊരു നാണക്കേടാണ് ഉണ്ടാക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ചിന്മയ് കൃഷ്ണദാസിനെ പോലെയുള്ള നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച നടപടിയിലൂടെ ഭരണമാറ്റം വന്നിട്ടും ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ മാറിയിട്ടില്ല എന്ന് തെളിയുന്നു. ന്യൂനപക്ഷങ്ങൾ കേവലം വോട്ട് ബാങ്കുകളല്ല എന്നും അവർക്ക് തുല്യമായ അവകാശങ്ങൾ ഉറപ്പാക്കേണ്ടത് ദക്ഷിണേഷ്യയുടെ തന്നെ സ്ഥിരതയ്ക്ക് ആവശ്യമാണ് എന്നും ഹസീന ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യയിലെ പ്രവാസ ജീവിതത്തിനിടയിലും തൻ്റെ പൂർണ്ണമായ ശ്രദ്ധ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ ചലനങ്ങളിലാണ് എന്ന് ഹസീന വ്യക്തമാക്കുന്നു. BNP നേതൃത്വവുമായി അവാമി ലീഗിൻ്റെ നിരോധനം നീക്കുന്നതിനായി യാതൊരുവിധ രഹസ്യ ചർച്ചകളും അണിയറയിൽ നടക്കുന്നില്ലെന്നും ജനങ്ങളുടെ വോട്ടവകാശവും ജനാധിപത്യവും ആരുടെയും ദാനമല്ലെന്നും അവർ പ്രഖ്യാപിക്കുന്നു. കുടുംബാംഗങ്ങളുമായി സമ്പർക്കമുണ്ടെങ്കിലും തൻ്റെ പിതാവ് ഉറങ്ങുന്ന തൻ്റെ കുടുംബത്തിൻ്റെ രക്തം വീണ ബംഗ്ലാദേശിലെ മണ്ണിലേക്ക് മടങ്ങിയെത്തുക എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. അവാമി ലീഗ് പ്രവർത്തകർ ഐക്യത്തോടെ ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും ന്യൂനപക്ഷങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അവകാശങ്ങൾക്കായി വിട്ടുവീഴ്ചയില്ലാതെ പോരാടണമെന്നുമാണ് അവരുടെ ആഹ്വാനം. കനത്ത പ്രതിസന്ധികളെയും കള്ളക്കേസുകളെയും അതിജീവിച്ച് ജനങ്ങളുടെ ശക്തിയിലൂടെ അവാമി ലീഗ് ബംഗ്ലാദേശിൽ വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുമെന്നും
അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിലും ഷെയ്ഖ് ഹസീന ഉറപ്പിച്ചു പറയുന്നു. ഷെയ്ഖ് ഹസീന വീണ്ടും ബംഗ്ലാദേശിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയ നയതന്ത്ര പ്രത്യാഘാതങ്ങൾ ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമാണ്. ഹസീനയ്ക്കെതിരെ നിലവിലെ ബംഗ്ലാദേശ് ഭരണകൂടവും കോടതികളും വധശിക്ഷ ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവർ ബംഗ്ലാദേശിലേക്ക് തിരികെ കാലുകുത്തിയാൽ അവിടുത്തെ ഭരണകൂടം അവരെ തടവറയിലാക്കാൻ എല്ലാവിധ നിയമപരവും രാഷ്ട്രീയപരവുമായ വഴികളും തേടുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഒരു മുൻ ഭരണാധികാരി സ്വന്തം രാജ്യത്ത് നേരിടുന്ന നിയമ നടപടികളുടെ പേരിലോ അവർ ജയിലിലാകുന്നതിൻ്റെ പേരിലോ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യത തീർത്തും അസംഭവ്യമാണ്. അന്താരാഷ്ട്ര നിയമങ്ങളും ഇരു രാജ്യങ്ങളുടെയും തന്ത്രപ്രധാന താല്പര്യങ്ങളും മുൻനിർത്തി പരിശോധിക്കുമ്പോൾ ഈ വിഷയം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു സായുധ പോരാട്ടത്തിലേക്ക് വഴിമാറില്ലെന്ന് വ്യക്തമാകും. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലേക്ക് മടങ്ങിയെത്തിയാൽ അവരെ ഉടനടി അറസ്റ്റ് ചെയ്ത് തടവറയിലാക്കാൻ നിലവിലെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അഥവാ BNP സർക്കാരും താൽക്കാലിക ഭരണ സംവിധാനങ്ങളും പരമാവധി ശ്രമിക്കും. കാരണം ഹസീനയ്ക്കെതിരെ നിലവിൽ ചുമത്തിയിരിക്കുന്ന കൊലപാതകം, വംശഹത്യ, രാജ്യദ്രോഹം തുടങ്ങിയ കേസുകൾ അവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ നിൽക്കുന്നവയാണ്. ഒരു പൗരനെന്ന നിലയിൽ ഹസീന രാജ്യത്ത് തിരിച്ചെത്തിയാൽ ഈ കേസുകളിൽ കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള വാറണ്ടുകൾ നടപ്പിലാക്കാൻ അവിടുത്തെ ആഭ്യന്തര മന്ത്രാലയവും പോലീസും ബാധ്യസ്ഥരാണ്. രാഷ്ട്രീയമായി നോക്കിയാലും അവാമി ലീഗ് എന്ന ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യ നേതാവായ ഹസീന പുറത്തു നിൽക്കുന്നത് നിലവിലെ ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. അവർക്ക് ലഭിക്കുന്ന ജനപിന്തുണയും പാർട്ടി പ്രവർത്തകരുടെ ആവേശവും രാജ്യത്ത് വീണ്ടും ഒരു ഭരണമാറ്റത്തിനോ വലിയ പ്രക്ഷോഭങ്ങൾക്കോ കാരണമായേക്കാമെന്ന് സർക്കാർ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ അധികാരം സുരക്ഷിതമാക്കാനും അവാമി ലീഗിനെ രാഷ്ട്രീയമായി തളർത്താനും ഹസീനയെ തടവിലിടുക എന്നത് ബംഗ്ലാദേശ് ഭരണകൂടത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യമായിരിക്കും. എന്നാൽ ഹസീന ബംഗ്ലാദേശ് ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ പോലും അത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് വഴിമാറില്ല എന്നതിന് കൃത്യമായ നയതന്ത്ര കാരണങ്ങളുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ഒരു പരമാധികാര രാഷ്ട്രത്തിലെ പൗരനും അവിടുത്തെ കോടതിയും തമ്മിലുള്ള നിയമപരമായ തർക്കങ്ങൾ ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യം മാത്രമാണ്. ഷെയ്ഖ് ഹസീന ഒരു ബംഗ്ലാദേശ് പൗരയാണ്. അവർക്കെതിരെയുള്ള നടപടികൾ നടക്കുന്നത് ബംഗ്ലാദേശിലെ നിയമവ്യവസ്ഥയ്ക്ക് ഉള്ളിലാണ്. മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലോ കോടതി നടപടികളിലോ ഇടപെട്ട് അയൽ രാജ്യത്തിന് മേൽ സൈനിക ആക്രമണം നടത്താൻ ഇന്ത്യക്ക് നിയമപരമായി കഴിയില്ല. ഇന്ത്യ ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകിയിരിക്കുന്നത് മാനുഷിക പരിഗണനകളുടെയും ചരിത്രപരമായ ബന്ധങ്ങളുടെയും പുറത്താണ്. പ്രവാസകാലത്ത് അവർക്ക് ഇന്ത്യയിൽ പൂർണ്ണ സുരക്ഷ നൽകുക എന്നത് മാത്രമാണ് ഇന്ത്യയുടെ ഉത്തരവാദിത്തം. എന്നാൽ അവർ സ്വന്തം താല്പര്യപ്രകാരം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഉണ്ടാകുന്ന നിയമപരമായ പ്രത്യാഘാതങ്ങളിൽ സൈനികമായി ഇടപെടാൻ ഇന്ത്യ ബാധ്യസ്ഥരല്ല. ഭാരതത്തിൻ്റെ വിദേശ നയവും സാമ്പത്തിക താല്പര്യങ്ങളും പരിശോധിച്ചാലും ബംഗ്ലാദേശുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടാൻ ഇന്ത്യ ആഗ്രഹിക്കില്ലെന്ന് മനസ്സിലാക്കാം. ദക്ഷിണേഷ്യയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് ബംഗ്ലാദേശ്. ഒരൊറ്റ വ്യക്തിയുടെ രാഷ്ട്രീയ പുനരുജ്ജീവനത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ വ്യാപാര കരാറുകളും തന്ത്രപ്രധാനമായ സുരക്ഷാ കൂട്ടുകെട്ടുകളും പണയം വയ്ക്കുവാൻ ഇന്ത്യ മുതിരില്ല. കൂടാതെ ബംഗ്ലാദേശിലെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഭാരതവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ ഒരു സൈനിക ഇടപെടൽ കാരണമാകും. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് വൻ നയതന്ത്ര നഷ്ടം വരുത്തി വെച്ചേക്കാം. ചൈനയെപ്പോലെയുള്ള അയൽ രാജ്യങ്ങൾ ഈ സാഹചര്യം മുതലെടുത്ത് ബംഗ്ലാദേശിൽ കൂടുതൽ സ്വാധീനമുറപ്പിക്കാൻ ശ്രമിക്കുമെന്നതും ഇന്ത്യക്ക് നന്നായി അറിയാം. ചുരുക്കത്തിൽ തിരികെ എത്തുന്ന ഷെയ്ഖ് ഹസീനയെ തടവിലാക്കാൻ ബംഗ്ലാദേശ് ഭരണകൂടം എല്ലാവിധ ശ്രമങ്ങളും നടത്തുമെന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും നിയമവ്യവസ്ഥയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിസന്ധിയായിരിക്കും. ഇന്ത്യ ഈ സാഹചര്യത്തെ തികച്ചും നയതന്ത്രപരമായി മാത്രമായിരിക്കും സമീപിക്കുക. ഹസീനയോടുള്ള വ്യക്തിപരമായ ബഹുമാനവും സൗഹൃദവും നിലനിർത്തുമ്പോൾ തന്നെ ബംഗ്ലാദേശിലെ പുതിയ സർക്കാരുമായി നല്ലൊരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനും ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമായിരിക്കും ഇന്ത്യ മുൻഗണന നൽകുക. അതുകൊണ്ട് തന്നെ ഹസീനയുടെ അറസ്റ്റോ തടവോ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സായുധ യുദ്ധത്തിലേക്ക് വഴിമാറാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.